സമയത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന കാക്കയുടെ തലയുള്ള ഒരു ദൈവം. ആ ദൈവം കുടിയിരിക്കുന്ന കാട്ടിലാകട്ടെ ഒരു കൂട്ടം മനുഷ്യരകപ്പെട്ടു പോകുന്നു. അവർ ഒരു ടൈം ലൂപ്പിലുമാകുന്നു. സംഭവം സിനിമയെക്കുറിച്ച് സിമ്പിളായി പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറമാണ് ആ സിനിമ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ടൈം ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഇറങ്ങിയ ടൈം ലൂപ്പ് സിനിമകളിൽ നിന്നും ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പുറമേ കാണുന്നതിനും അപ്പുറം പലതും ഈ സിനിമയിലുണ്ട്. അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ. ഇന്ന് നമുക്ക് സംഭവം എന്ന സിനിമയെക്കുറിച്ചുള്ള ചില സംഭവങ്ങൾ നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് സിനിമ കണ്ടിട്ട് ഇവിടം തൊട്ട് അങ്ങോട്ട് കാണുക. കാരണം കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സിനിമയുടെ സെറ്റിങ്, തുടക്കം എങ്ങനെയാണെന്ന് പറയാം. തുടക്കം തന്നെ നമ്മൾ ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുകയാണ്. കാട്ടിലേക്കൊരു ഹണ്ടിങ് ട്രിപ്പ് എന്നതുപോലെ വരുന്ന ഒരു പെൺകുട്ടിയും അവളുടെ കുറച്ച് കൂട്ടുകാരും. പിന്നീട് കുറ്റവാളികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അടുത്ത സംഘമെന്ന് പറയുമ്പോൾ അഷ്കർ അലിയുടെ കഥാപാത്രമായ CPO ആനന്ദും സംഘവും. ആ സംഘത്തിൽ കൂടെ ഉണ്ടായിരിക്കുന്നത് അശോകൻ എന്ന് പറയുന്നൊരു SIയും അതുപോലെ തന്നെ ശ്രീ വിനീത് അവതരിപ്പിക്കുന്ന റെജി എന്നൊരു ഉദ്യോഗസ്ഥനുമാണ്. ഇവരാണ് ഈ കാട്ടിലേക്ക് അകപ്പെട്ടു പോകുന്നത്. ഇതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ഇവൻ്റാണ്, എല്ലാത്തിൻ്റെയും ഒരു മൂലകാരണം എന്ന് പറയുന്നത് പോലത്തെ ഒരു ഇവൻ്റാണ് CPO ആനന്ദ് വരുന്ന വണ്ടിക്ക് കുറുകെയായിട്ട് ഒരു തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് വീഴുന്നതും അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇയാളുടെ ഈ ഒരു വയർലെസ് സെറ്റ് ഉണ്ടല്ലോ, ആ വയർലെസ് സെറ്റ് CPO ആനന്ദിൻ്റെയും അതുപോലെ തന്നെ SI അശോകൻ്റെയും റെജിയുടെയും കയ്യിലാകുന്നത്. ഇവർ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഒരു വയർലെസ് സെറ്റിൽ ഒരു മെസ്സേജ് വരികയാണ്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, തമിഴ്നാട്ടുകാരനാണ്. അയാൾ സംസാരിക്കുന്നതിൽ നിന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അയാൾ കാട്ടിലകപ്പെട്ടു പോയി. അങ്ങനെ റെജിയും CPO ആനന്ദും അശോകനും കൂടെ ഈ കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കാട്ടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ അവിടെ പല പന്തികേടുകളും ഇവർക്ക് കാണുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഈ കാട്ടിൽ കയറിയ നിമിഷം മുതൽ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്നത് റെജിയാണ്. നമുക്ക് ആദ്യമേ കാണാൻ കഴിയാം അയാൾക്ക് എന്തൊക്കെയോ അറിയാം എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ കാട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ളൊരു പ്രതിമ ഇവർ കണ്ടു. കാക്കയുടെ തലയുള്ള ഒരു ദൈവത്തിൻ്റെ പ്രതിമ. അവിടെ വെച്ച് വീണ്ടും ഈ ഉദ്യോഗസ്ഥൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നു, വയർലെസ്സിൽ കോൺടാക്റ്റ് ചെയ്യുന്നു. അവസാനം ഈ ഉദ്യോഗസ്ഥൻ ഏത് പോലീസ് സ്റ്റേഷനിലാണോ ഉള്ളത് ആ സ്റ്റേഷനിലോട്ട് ഇവർ കോൾ ചെയ്ത് നോക്കുമ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് വഴി അറിയുന്നത്. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 30 വർഷങ്ങൾക്ക് മുൻപ് കാണാണ്ടായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. അതെങ്ങനെ 30 വർഷം മുമ്പ് കാണാണ്ടായ ഒരാളുമായി സംസാരിക്കുന്നു? ശേഷം സങ്കീർണമാകുന്ന പല സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കിളി പറത്തുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പോലീസുകാരൻ എങ്ങനെ അപകടം പറ്റി എന്ന് അയാൾ പറഞ്ഞപ്പോഴാണ് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന കുറ്റവാളികളെല്ലാവരും കാട്ടിലോട്ട് ഓടിക്കറിയപ്പോൾ ഇവരവരെ ചേസ് ചെയ്തു വന്നു. അപ്പോൾ എവിടെയോ വെച്ച് ഇവർ പല വഴിയിലോട്ടായിപ്പോയി. പോകുന്ന വഴിയിൽ മറ്റൊരു പോലീസുകാരൻ്റെ ശവശരീരത്തിൽ തട്ടി വീഴുകയാണ്. ആ പോലീസുകാരനൊരു മലയാളിയാണ്. ആ മലയാളിയുടെ പേര് MG അശോകൻ എന്നാണ്. അതായത് ഏത് അശോകനാണോ, ഏത് SI ആണോ CPO ആനന്ദിൻ്റെ കൂടെ നിൽക്കുന്നത്, അയാളുടെ മൃതദേഹം ഈ ഒരു തമിഴ്നാട് ഓഫീസർ കണ്ടു എന്നും പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും? 2024 അശോകൻ്റെ മൃതദേഹം എങ്ങനെ 1994 സ്റ്റീഫൻ ജോർജ് എന്ന് പറയുന്ന SI കണ്ടുവെന്ന് പറയുന്നു? അങ്ങനെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആവുന്നു. അങ്ങനെ ഈ സിനിമയുടെ ഒരു ടൈം ലൂപ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ സിനിമയെക്കുറിച്ചുള്ള ഈ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ. ആദ്യം തന്നെ ഈ സിനിമയുടെ ടൈം ലൂപ്പ്, ഈ ടൈം ലൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകൾ പോലെ അല്ല ഈ ടൈം ലൂപ്പ് പ്രവർത്തിക്കുന്നത്. മൂന്നാമതായിട്ട് ഇതിൽ ഓരോ കഥാപാത്രങ്ങളിൽ കൂടെ നമുക്കൊന്ന് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നാലാമതായി ഇതിൻ്റെ ക്ലൈമാക്സും അതുപോലെ തന്നെ ചില സിംബോളിക്കായിട്ട് കാണിക്കുന്ന ചില സംഭവങ്ങളും സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസിൽ കാണിക്കുന്ന ഒരു ആനിമേറ്റഡ് സീക്വൻസിനെ കുറിച്ച് പറയണം. അഞ്ചാമതായിട്ട് ഈ കാക്കയുടെ തലയുള്ള ഈ ഒരു പ്രതിമ, ആ ഒരു ദൈവസങ്കല്പത്തെക്കുറിച്ച് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ജനറലായിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യം ടൈം ലൂപ്പിനെ കുറിച്ച് പറയാം. മറ്റുള്ള ടൈം ലൂപ്പ് സിനിമകളിൽ കാണുന്നത് പോലത്തെ ഒരു ടൈം ലൂപ്പല്ല ഈ സിനിമയിലുള്ളത്. കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അതാണ് ഈ സിനിമയുടെ ഈ സിനിമയെ ഒരു വെറൈറ്റി ഫിലിമാക്കുന്നതിൻ്റെ കാര്യം അതാ. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ടൈം ലൂപ്പ് സിനിമകളിലെ ടൈം ലൂപ്പ് എങ്ങനെയാണ്? ഒരാളെ ഫോക്കസ് ചെയ്തായിരിക്കും അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിനൊരു സമയം പറയാം, രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെ, ഇങ്ങനൊരു സമയം. ഈ സമയത്തിനുള്ളിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമുണ്ട്, ട്രിഗർ പോയിന്റ്. ആ സംഭവം നടക്കുകയോ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയോ ചെയ്താൽ ഈ ടൈം ലൂപ്പ് വീണ്ടും റീസെറ്റ് ചെയ്യും. അതായത് ഈ ആൾ വീണ്ടും 6 മണിയിലേക്ക് പോകും.
വീണ്ടും 6 മണിയിൽ നിന്ന് 8 മണിയിലോട്ടുള്ള അയാളുടെ യാത്ര. ഇതിനിടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ആ ഒരു സംഭവമോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മരണമോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും ടൈം ലൂപ്പ് റീസെറ്റ് ചെയ്യും. അതായത് ഈ വ്യക്തി തിരിച്ച് 6 മണിയിലേക്ക് പോകും. ഇപ്പം ഇങ്ങനൊരു ടൈം ലൂപ്പാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സംഭവം അധ്യായം 1 എന്ന ഈ ഒരു സിനിമയിലെ ടൈം ലൂപ്പ്, ആ ടൈം ലൂപ്പ് ഇതേപോലത്തെ ഒരു ടൈം ലൂപ്പ് അല്ല. ഇവിടെ ഒരാൾ മാത്രമല്ല അകപ്പെടുന്നതും, ഇവിടെ ഒരു കൂട്ടം ആളുകൾ അകപ്പെടുന്നുണ്ട്. അവർക്ക് മിക്ക ആളുകൾക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ ഈ ഒരു ടൈം ലൂപ്പിൽ പെട്ടുപോകുന്നുണ്ട്. മാത്രമല്ല, സാധാരണ സിനിമകളിൽ പറയുന്നത് പോലെ ഒരൊറ്റ ലീനിയർ ഈവൻറ്റുകളല്ല. അതായത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്ന ഈവൻറ്റുകളെല്ലാം ഫിക്സ്ഡ് ആണെങ്കിലും അതൊരേ രീതിക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരേ സമയം ഭൂതം, ഭാവി, വർത്തമാനം ഈ 3 കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിനൊക്കെ കാരണമായ സംഭവം മുതൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ വരെയുള്ള സംഭവങ്ങൾ ഒരേ സമയം ഒരു വലിയ വൃത്തത്തിനുള്ളിൽ, വലിയ ലൂപ്പിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ക്ലോക്ക് സങ്കല്പിക്കുക. ആ ക്ലോക്ക് ആണ് നമ്മുടെ ടൈം ലൂപ്പ് എന്ന് സങ്കല്പിക്കുക. ഈ ഒരു ക്ലോക്കിൽ 3 മണി സമയത്ത് ഞാൻ TV കാണുന്നു, 4 മണി സമയത്ത് ഞാൻ എന്തോ ഭക്ഷണം കഴിക്കുന്നു, 6 മണി സമയത്ത് ഞാൻ ജിമ്മിൽ പോകുന്നു, 9 മണി സമയത്ത് ഞാൻ പുസ്തകം വായിക്കുന്നു. സാധാരണഗതിയിലെ ടൈം ലൂപ്പുകളിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ഈവൻറ്റുകളിൽ കൂടെ എല്ലാം കടന്നു പോകണം, അല്ലേ? ഇതേ ഈവൻറ്റിൽ കൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഈ സിനിമയിൽ പറയുന്ന ടൈം ലൂപ്പ് പ്രകാരം ഈ ഒരു ടൈം ലൂപ്പിനുള്ളിൽ ഒരേ സമയം ഞാൻ 4 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും മറ്റുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേ സമയം എൻ്റെ മറ്റൊരു വെർഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ 4 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഭൂതകാലത്തിലെ 3 മണിക്കത്തെ വെർഷൻ അവിടെ അപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിലുള്ള എൻ്റെ 6 മണിക്കത്തെ വെർഷൻ അപ്പോഴും ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 9 മണിക്ക് ഞാൻ പുസ്തകം വായിക്കുന്ന വെർഷൻ ആ സമയത്ത് അപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഡറിലല്ല നടക്കുന്നത്. ഇവിടെ ഒരു ടൈം ലൂപ്പ് ഷഫ്ലിംഗ് ഉണ്ടാകുമ്പോൾ ഞാൻ 4 മണിയിൽ നിന്ന് 9 മണിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഞാൻ പുസ്തകം വായിക്കാതിരിക്കത്തില്ല. ആ കാലഘട്ടത്തിലുള്ള എൻ്റെ വെർഷൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു ടൈം ലൂപ്പാണ് ഈ സിനിമയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരേ സമയം ടൈം ട്രാവൽ ഇതിൻ്റെ അത് നടക്കുന്നുണ്ട്, പാരലൽ റിയാലിറ്റികളും നടക്കുന്നുണ്ട് എന്ന് വേണേൽ പറയാം. നമ്മുടെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു തിയറിയുണ്ട്, ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് പറയും. ഈ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി പറയുന്നത് പ്രകാരം ഭൂതം, ഭാവി, വർത്തമാനം ഇതൊരു ഒഴുക്കിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഇത് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഒരേ നിമിഷം ഭൂതവും ഭാവിയും വർത്തമാനം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഭാവിയിൽ ഞാനൊരു യാത്രയ്ക്ക് പോകുന്നതെന്നിരിക്കട്ടെ, ഭൂതകാലത്തിൽ ഞാനൊരു സ്ഥലത്ത് വെറുതെ ഇരിക്കുന്നതെന്നിരിക്കട്ടെ, ഇപ്പം ഞാനിവിടെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതെന്നിരിക്കട്ടെ, ഞാനിപ്പോൾ പുസ്തകം വായിച്ചുകൊണ്ട് ഈ പ്രസൻറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഭാവിയിലുള്ള വെർഷൻ അപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിലുള്ള എൻ്റെ വെർഷൻ അപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഈവൻ്റ് ഒരേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. വിച്ച് മീൻസ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇന്ന രീതിക്കേ കാര്യങ്ങൾ നടക്കാവുള്ളൂ എന്നൊരു ഡിസൈൻ ഉണ്ടാവും. ആ രീതിക്കേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. വിച്ച് മീൻസ് ഫ്രീ വില്ല്, സ്വതന്ത്രമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു ഫ്രീ വില്ല് അതൊരു ഇല്യൂഷനാണ്. സമയത്തിൻ്റെ ഒഴുക്കും ഒരു ഇല്യൂഷനാണ്. ആരോ ഡിസൈൻ ചെയ്ത ഒരു സംഭവത്തിൽ കൂടെ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റെല്ലാർ കണ്ടവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സംഭവം സിനിമയിലെ ടൈം ലൂപ്പിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ടൈം ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ദേവതയാണ്. കാക്കയുടെ തലയുള്ള ഒരു ദേവത. അതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറയേണ്ടത് സിദ്ധാർത്ഥ് ഭരതൻ ഈ സിനിമയിലും വന്നൊരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് സ്കോർ ചെയ്തിട്ട് പോയി. ഫ്ലാഷ് ബാക്കുകൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ ഉസ്താദായിട്ടുള്ള KPSC ലളിതാ മാഡത്തിൻ്റെ മകനാണ് സിദ്ധാർത്ഥ് ഭരതൻ എന്ന് വീണ്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ലെജൻഡറി ഡയറക്ടറുടെ മകനാണ് അദ്ദേഹമെന്നും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 2ാമത്തെ സിനിമയല്ലേ അദ്ദേഹം ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ഈ സിനിമയിൽ അദ്ദേഹം പറയുന്ന ഫ്ലാഷ് ബാക്ക് പ്രകാരം ഇങ്ങനെയാണ്: കാലങ്ങൾക്ക് മുൻപ് പണ്ടിവിടെ പോർച്ചുഗീസ് അധിനിവേശം സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു കാട്ടിലെ ഒരു പ്രത്യേക ഗോത്ര വിഭാഗക്കാരുണ്ടായിരുന്നു. ആ ഊരുമക്കൾക്ക് ദൈവമെന്ന് പറയുന്നത് കാക്കകളായിരുന്നു. അപ്പോൾ ഇവർ കാക്കയുടെ ശിരസ്സുള്ള ഈ ഒരു മൂർത്തിയെ വെച്ച് ആരാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വിശ്വാസപ്രകാരം നല്ല കാലം വരാനായിട്ട് ഈ മൂർത്തിക്ക് ചുറ്റും വലം വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതും നല്ലതാണ്. ആർക്കും ഒരു ശല്യവുമില്ലാതെ ശാന്തമായി പ്രകൃതിയോട് ഇവർ ഇണങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന ആ സമയം ഈ പോർച്ചുഗീസുകാരൻ ഇങ്ങോട്ട് വരുന്നു. ദൈവത്തിനും മുകളിലാണ് തൻ്റെ സ്ഥാനം, രാജാവാണ് ഏറ്റവും വലുത് എന്നും പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരെയും ആക്രമിക്കുന്നു.
നമ്മുടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നു, ആളുകളുടെ നിലവിളികൾ കേൾപ്പിക്കുന്നു. അതുപോലെ തന്നെ കാക്കയുടെ ശിരസ്സുള്ള ഈ മൂർത്തിയെ ഇളക്കി മാറ്റാനും ശ്രമിക്കുന്നു. അവിടെയുള്ള കാക്കകളെ അത്രയും കത്തിച്ചു കളയുന്നു. ഈ കാട്ടിൻ്റെ ടൈം ലൂപ്പിൻ്റെ ആരംഭം ഈ ഒരു സംഭവമാണ്. പിന്നീട് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, ആ ഒരു സംഭവം അരങ്ങേറിയതിനു ശേഷം ഈ കാട്ടിൽ പ്രധാനപ്പെട്ട 2 നിയമങ്ങളുണ്ട്. ഒന്ന്, ഈ കാട്ടിൽ ഒരു തുള്ളി രക്തം പോലും വീഴാൻ പാടില്ല. 2, ഈ കാട്ടിൽ ഒരു നിശ്ചിത അളവിന് മുകളിൽ ശബ്ദം ഉയർന്നു കേൾക്കാനും പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഈ കാട്ടിനുള്ളിൽ പല പല കാലഘട്ടങ്ങളിലായി ഇങ്ങനെ പെട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ഒരു ടൈം ലൂപ്പാണ് പറയുന്നത്. പക്ഷേ ഈ ടൈം ലൂപ്പിൻ്റെ ട്രിഗർ പോയിന്റുകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് പറയണം. ഈ ട്രിഗർ പോയിന്റുകളിൽ ഈ രക്തം വീഴുന്നതും ശബ്ദം കേൾക്കുന്നതും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചാൽ പോരാ. ഇത് രണ്ടും സംഭവിച്ചാൽ മാത്രമേ ടൈം ട്രാവലും ഈ ടൈം ലൂപ്പും പ്രവർത്തിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സിനിമയിൽ രക്തത്തിൻ്റെ ഒരു തുള്ളി നിലത്ത് വീഴുന്ന സമയം വല്ലാത്തൊരു ശബ്ദം അവിടെ മുഴുവനും ഉണ്ടാകുന്നുണ്ട്. ആ ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും അത് സഹിക്കാനാവാതെ ചെവി പൊത്തി പിടിക്കുന്നുമുണ്ട്. എന്താണ് ആ ശബ്ദം എന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ, ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ മൃഗങ്ങളുടെ നിലവിളി വരുന്നുണ്ട്, കുതിരകളുടെ കുളമ്പടി വരുന്നുണ്ട്, അതുപോലെ തന്നെ പല പല കാലഘട്ടങ്ങളിലുള്ള ആളുകളുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ പറയാം, ഒരു തുള്ളി രക്തം വീഴുന്ന സമയത്ത് ഈ ടൈം ലൂപ്പിലേക്കുള്ള പോർട്ടലുകൾ അല്ലെങ്കിൽ വാതിലുകൾ തുറന്നു എന്ന് വേണേൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ പല പല കാലഘട്ടങ്ങളിലായി, ഭൂതകാലത്തിലും ഇപ്പോഴും സംഭവിച്ച കാര്യങ്ങൾ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ആ കാട്ടിൽ ഒരേ സമയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പല ടൈം ലൈനുകളിൽ. ഈ പോർട്ടൽ തുറക്കുമ്പോൾ അത്രയും കാലഘട്ടത്തിൽ നിന്നുള്ള കഠോരമായിട്ടുള്ള ശബ്ദം ഒരുമിച്ച് കേൾക്കുന്നതാണ്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിൽ പല കാലഘട്ടങ്ങളിലെ സംഭാഷണങ്ങളും നിലവിളികളും കേൾക്കുന്നുണ്ട്. അത് പണ്ട് ആ രാജാവ്, പോർച്ചുഗീസുകാരൻ പ്രഭു വന്നിട്ട് ഇവരെ എല്ലാവരെയും കൂടെ ആക്രമിക്കുന്ന സമയം മുതലുള്ള ശബ്ദവും വെടിയൊച്ചകളുടെ ശബ്ദവും. ആദ്യം ഒരു പോർച്ചുഗീസുകാരി സ്ത്രീയെ കാണിക്കുന്നുണ്ടല്ലോ, സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിതമുണ്ടായതിനെ തുടർന്ന് 2 പേരെയും തട്ടിക്കളയാനായിട്ട് ആളുകളെയും കൂട്ടി വരുന്ന സ്ത്രീ. ആ സ്ത്രീയുടെ കാലഘട്ടത്തിലുള്ള ശബ്ദം പോലും അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഭാവിയിലെ ശബ്ദങ്ങൾ ഇവിടെ കേൾക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എനിക്കങ്ങനെ തോന്നിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ രക്തം വീഴുന്ന സമയത്ത് അവിടെ ടൈം ലൂപ്പിലേക്കുള്ള പോർട്ടലുകൾ തുറക്കുന്നു. അതാണ് ആ ശബ്ദങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു പരിധിക്കപ്പുറം ശബ്ദവും കൂടെ ഉണ്ടായാൽ, ഒരു ഗ്രൂപ്പ് ആളുകളിൽ നിന്നാണ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ആ ഗ്രൂപ്പിനെ പല പല ടൈം ലൈനിലോട്ട് ഷഫിൾ ചെയ്തങ്ങ് വിടും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇപ്പം 4 പേര് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ, രക്തത്തുള്ളി വീണ് ഇവർ നിലവിളിക്കുന്നതെങ്കിൽ, ആ സ്പോട്ടിൽ ആ 4 പേരെയും പല ടൈമിലെ കാലഘട്ടത്തിലോട്ടാണ്, ടൈം ലൂപ്പിലേക്കാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വിടുന്നത് അല്ലേ? കാരണം ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ അടുത്ത നിമിഷം ഒറ്റയ്ക്കാവുന്നതാണ് കാണുന്നത്. മറ്റുള്ള ആളുകളെ മറ്റു ടൈം ലൂപ്പിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകും. അതായത് ഇപ്പോൾ 6 മണിക്ക് നിന്നുകൊണ്ടാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ 4 പേരുണ്ട്. ഒരാളെ 10 മണിയിലോട്ട് വിടും, ഒരാളെ 5 മണിയിലോട്ട് വിടും, ഒരാളെ 1 മണിയിലോട്ട് വിടും, ഒരാളെ 2 മണിയിലോട്ട് വിടും. ഇവർക്ക് പരസ്പരം കണ്ടുമുട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അവിടെ പോകുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വെർഷനായിരിക്കും അവർ കാണുന്നത്. ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് എന്ന് പറയുന്ന ആളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ ഒരു ഉദ്യോഗസ്ഥൻ ഈ കാട്ടിലോട്ട് കയറുമ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു പക്ഷിയുടെ കാട്ടം വന്ന് വീഴുന്നുണ്ട്, അത് തുടച്ച് കളയുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന അഷ്കർ അലിയുടെ കഥാപാത്രമായിട്ടുള്ള CPO ആനന്ദ് ഈ സ്റ്റീഫൻ ജോർജിനെ വീണ്ടും കാണാൻ വരുമ്പോൾ വീണ്ടും അയാളുടെ ദേഹത്ത് ആ കാക്കയുടെ അല്ല കിളിയുടെ കാഷ്ടം വീഴുന്നുണ്ട്, അയാൾ തുടച്ച് കളയുന്നുണ്ട്. അതായത് ആ കാഷ്ടം വീഴുന്ന സീൻ ഒരു റെഫറൻസ് ആണ്. അത് ഇന്ന സീനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരേ സമയത്തിൽ ആ സമയത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ സ്റ്റീഫൻ ജോർജിനുമായിട്ട് സംസാരിച്ചിട്ടുള്ള ആനന്ദ് അവിടെ എത്തുമ്പോൾ ആ സ്റ്റീഫൻ ജോർജിന് ആനന്ദിനെ അറിയത്തില്ല. എന്നാൽ പിന്നീടാണ് നമ്മൾ അങ്ങോട്ട് ട്വിസ്റ്റുകൾ മനസ്സിലാകുന്നത്. ഈ സ്റ്റീഫൻ ജോർജ് എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ കാട്ടിൽ കാണാണ്ടായി പോയ ആനന്ദിൻ്റെ തന്നെ അച്ഛനായിരുന്നു 30 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടൈം ലൂപ്പിൻ്റെ ഒരു പ്രവർത്തനം. ഇനി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്കിതിലെ ഓരോ കഥാപാത്രങ്ങളിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാം. എനിക്ക് ആദ്യം തന്നെ പറയാൻ ആഗ്രഹമുള്ള കഥാപാത്രം വിനീതിൻ്റെ കഥാപാത്രമായിട്ടുള്ള റജി. തുടക്കത്തിൽ തന്നെ ഒരു ചൂടനായിട്ടുള്ള ഒരാളായിട്ട് അയാളെ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുള്ളിക്കാരൻ മറ്റുള്ളവരെ കാട്ടിലോട്ട് കയറാൻ അനുവദിക്കാതിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ചൂടാകുന്നത്. ആദ്യം ഒരു കൂട്ടം തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ചെറുപ്പക്കാരെ കാട്ടിൽ കയറുന്നതിൽ നിന്ന് വിലക്കി വട്ടം വെച്ച് കയറി നിൽക്കുകയാണ് ഈ റജി ചെയ്യുന്നത്. കാട്ടിനുള്ളിൽ കയറിയപ്പോഴും തൻ്റെ സീനിയർ ഉദ്യോഗസ്ഥനായിട്ട് പോലും അശോകനോട് റജി ചൂടാവുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ വിചാരിക്കുന്നത് ഈ റജി ഒരു പരുക്കൻ സ്വഭാവമുള്ള വ്യക്തിയായതുകൊണ്ടാണെന്നാണ്. പക്ഷേ അല്ല, അയാളുടെ ഹൃദയത്തിനുള്ളിൽ കാലങ്ങൾക്ക് മുമ്പേ ഉണങ്ങാത്തൊരു മുറിവുണ്ടായിരുന്നു. ഇയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിച്ച ഒരു ദുഃഖത്തിൻ്റെ പരിണാമഫലം. അതെന്താണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഇതിൽ പല ആളുകളെയും ഈ ടൈം ലൂപ്പിൽ കാണിക്കുന്നത് പോലെ 2 പേരെയും കൂടെ ടൈം ലൂപ്പിൽ കാണിക്കുന്നുണ്ട്, ഒരു കൊച്ചു ചേച്ചിയെയും അനിയനെയും.
ഈ ചേച്ചി അനിയനും സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഈ കാട്ടിൽ ഈ ചെറിയ അനിയൻ പയ്യൻ എന്തോ ശബ്ദം കേട്ട് കയറി നോക്കുമ്പോൾ ഒരു വെള്ള കുതിരയെ കാണുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് മനസ്സിലാവും ആ വെള്ളക്കുതിര പോർച്ചുഗീസുകാരൻ സായിപ്പിൻ്റെ കുതിരയായിരുന്നു. ആ കുതിരയും ടൈം ലൂപ്പിൽ പെട്ട് കിടക്കുക. അപ്പോൾ ആ ഒരു കുതിരയെ കാണാനായിട്ട് ഈ ഒരു കൊച്ചു പയ്യൻ അതിൻ്റെ അകത്തോട്ട് കയറുകയും ഈ പെൺകുട്ടി ആ കൊച്ചിന് പിന്നാലെ വരികയും ചെയ്യുന്നു. ഏതോ സാഹചര്യത്തിൽ ഈ കൊച്ചു പയ്യൻ കാട്ടിന് പുറത്തിറങ്ങുകയും ഈ പെൺകുട്ടി, അതായത് ഈ പയ്യൻ്റെ ആ ചേച്ചി ഈ കാട്ടിൽ ലൂപ്പിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അഷ്കർ അലിയുടെ കഥാപാത്രമായിട്ടുള്ള CPO ആനന്ദ് ആദ്യം ടൈം ലൂപ്പിൽ അകപ്പെട്ട് കണ്ടുമുട്ടുന്ന ആളുകളിലുള്ള ഒരാൾ ഈ കുട്ടിയാണ്. ഈ കുട്ടിയോട് ചോദിക്കും, എന്ത് പറ്റി, എൻ്റെ അനിയനെ കാണുന്നില്ല, അവൻ കാട്ടിൽ പെട്ടുപോയി. പക്ഷേ ഈ കുട്ടി അറിയുന്നില്ല, ഈ കുട്ടി വർഷങ്ങളായിട്ട് ഈ കാട്ടിൽ ഈ ലൂപ്പിൽ അകപ്പെട്ട് കിടക്കുകയാണെന്നുള്ള കാര്യം. എന്നാൽ പിന്നീടാണ് ആ ഒരു ട്വിസ്റ്റ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഈ ചതുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് എണീച്ച് വരുന്ന റജി എന്ന ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഏതൊരു പയ്യൻ കാരണമാണോ ഈ പെങ്കൊച്ചി കാട്ടിലോട്ട് കയറേണ്ടി വന്നത്, ഈ പെങ്കൊച്ചിൻ്റെ അനിയൻ, അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റജിയുടെ ബാല്യകാലമായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യവും തിരിച്ചറിയുകയാണ്, ഇവരാദ്യമായി കാട്ടിൽ വെച്ച് സ്പ്ലിറ്റായി പോയത് അത് റജിയുടെ തന്നെ ഫ്യൂച്ചർ വെർഷനെ കണ്ട് പേടിച്ചിട്ടാണെന്ന്. അതായത് ചെളിയൊക്കെ പുരണ്ട ഡ്രസ്സ് ഇട്ട് ഒരാൾ രണ്ടുപേരുടെ മുമ്പ് നിൽക്കുമ്പോൾ പേടിച്ചു പോകത്തില്ലേ, അങ്ങനെ ആ രണ്ടുപേരും സ്പ്ലിറ്റ് ആവുന്നു. അപ്പോൾ റജിയുടെ മനസ്സിൽ ഈ ഒരു കുറ്റബോധമുണ്ട്. കാലങ്ങൾക്ക് മുൻപേ ഈ കാട്ടിൽ താൻ കാരണമാണ് തൻ്റെ ചേച്ചി അകപ്പെട്ടു പോയത്, അതുകൊണ്ട് തന്നെ മറ്റേ ആർക്കും ഈ കാട്ടിൽ കയറി പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന ചിന്ത റജിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും റജി ഒരു ഫോറസ്റ്റ് റേഞ്ചറിനെ പോലെ പെരുമാറുന്നുണ്ട്, കാട്ടിലാരെയും കയറാൻ അനുവദിക്കാതെ. ഒരുപക്ഷെ കുട്ടിക്കാലത്തുണ്ടായ ആ ഒരു അനുഭവത്തിൻ്റെ ആഘാതം കൊണ്ട് തന്നെ ആയിരിക്കാം റജി മറന്നു പോവുകയാണ്. റജിയുടെ തന്നെ ഫ്യൂച്ചർ വെർഷനെ ആ കാട്ടിൽ വെച്ച് കണ്ട് ഭയന്നതിനെ തുടർന്നാണ് റജിയും ചേച്ചിയും കാട്ടിൽ വെച്ച് രണ്ട് വഴിക്ക് പോയതെന്നുള്ള കാര്യം. ആ സമയത്ത് റജി എന്താ ചെയ്യുന്നത്, ആ കുട്ടിയുടെ പിന്നാലെ പോയിട്ട് ഈ ഒരു ലൂപ്പിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ റജി നടത്തുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് കാട്ടിൽ ആദ്യം കയറിയ പെൺകുട്ടി ഉണ്ടല്ലോ, പിന്നീട് CPO ആനന്ദിൻ്റെ മകളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ആക്സിഡൻ്റലി വെടിപൊട്ടിച്ച്, അതായത് ഒരു മൃഗത്തിനെ വെടിവെക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ റജിയെ വെടിവെച്ച് വീഴ്ത്തുന്നതും ഈ റജിയുടെ ശവശരീരം പിന്നീട് ഫ്യൂച്ചറിലുള്ള ആളുകൾ വന്ന് കാണുന്നതും ഒക്കെ. അപ്പം ഇങ്ങനെ സങ്കീർണമായിട്ടൊരു ടൈം ലൂപ്പിൽ റജിയും ഒരു പ്രധാന റോൾ വഹിക്കുന്നുണ്ട്. പിന്നെ സ്റ്റീഫൻ ജോർജിൻ്റെയും സംഘത്തിൻ്റെയും കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പാവങ്ങൾ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ പെട്ട് കറങ്ങുകയാണ്. ഓരോ നിമിഷം കുറ്റവാളികൾ മുന്നിൽ വരുമ്പോഴും സ്റ്റീഫൻ ജോർജിൻ്റെ പല വെർഷൻസ് തോക്കെടുത്ത് വെടിപൊട്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഷഫിൾ ചെയ്ത് പൊക്കോണ്ടേയിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കീർണമായിട്ടുള്ള ടൈം ലൂപ്പിൽ പെട്ടുപോയത് ഒരുപക്ഷെ CPO ആനന്ദാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം CPO ആനന്ദ് ആ പോർച്ചുഗീസുകാരൻ പ്രഭു വന്ന കാലഘട്ടം ഒഴികെ ബാക്കി എല്ലാ കാലഘട്ടത്തിലും കൂടെ സഞ്ചരിച്ചേക്കുകയാണ്. തൻ്റെ മകളുടെ ഫ്യൂച്ചർ വെർഷനായിട്ടുള്ള ആ ഒരു ഹണ്ടിങ് ടീമിൽ വന്ന ആ പെൺകുട്ടിയെ റജി കാണുന്നുണ്ട്. അന്ന് പക്ഷേ റജിക്ക് അറിയത്തില്ലായിരുന്നു സ്വന്തം മോളുടെ മുതിർന്ന ഫോമാണത്, ഭാവിയിൽ നിന്ന് വന്നിട്ടുള്ള ഫോമാണതെന്ന് റജി അറിയുന്നില്ല. അപ്പോൾ റജി ഫ്യൂച്ചറിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് പോയേക്കുകയാണ് ഈ ലൂപ്പിൻ്റെ അകത്ത് പെട്ടിട്ട്. പിന്നീട് മറ്റെന്തോ ഈവൻറ്റ് ട്രിഗറിങ് കാരണം, അതായത് രക്തം വീഴുകയും ആരോ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് റജിയല്ല CPO ആനന്ദ് അവിടെ നിന്ന് എന്താ പറയുക ടൈം ട്രാവൽ ചെയ്ത് പിന്നീട് പോകുന്നത് റജിയുടെ ചേച്ചിയുടെ അടുത്തേക്കാണ്. പിന്നീട് ടൈം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ തൻ്റെ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ നിന്നാണോ താൻ വന്നത്, അതായത് 2024 കുറച്ച് സമയങ്ങൾക്ക് മുൻപത്തെ സംഭവം ആനന്ദ് കാണുന്നുണ്ട്. ആനന്ദിൻ്റെ തന്നെ വെർഷൻ വന്നിട്ട് റജിയെ സഹായിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പിന്നീട് ആ പോർച്ചുഗീസുകാരിയായിട്ടുള്ള ആ ഒരു ഫോറിനറായിട്ടുള്ള സ്ത്രീ, ആ സ്ത്രീയുടെ കാലഘട്ടത്തിലോട്ടും റജി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നടന്നിട്ടുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് റജിക്കാണ്. ആ റജിയോട് തന്നെയാണ് കാലങ്ങൾക്ക് മുൻപ് ആ ഒരു പോർച്ചുഗീസുകാരൻ പ്രഭുവിനെ ഈ ഊരുമക്കളെ ചതിച്ച് ഈ കാട്ടിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ചാരനായിട്ടുള്ള സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രത്തെ പോയി കണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നതും CPO ആനന്ദ് തന്നെയാണ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം എപ്പോഴും കയ്യിലൊരു കല്ല് വെച്ചിട്ട് അവിടെയുള്ള മരത്തിലും പല സ്ഥലങ്ങളിലും എല്ലാം ഈ ഒരു സ്പൈറൽ ഷേപ്പ് ഇങ്ങനെ കൊത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള വഴിയാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആനന്ദിന് അയാളത് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം എന്താണ്, ആനന്ദിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രത്തിന് മനസ്സിലാവുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ത് സംഭവമാണോ ആ സംഭവം നടക്കാൻ അനുവദിക്കാതിരിക്കണം, എന്നാൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുന്നതിന് പകരമായിട്ട് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം
ആനന്ദിനോട് പറയുന്നത് ഇതിൻ്റെ തുടക്കത്തെ തന്നെ അവസാനിപ്പിക്കാനാണ്. അതായത് മിക്കവാറും ആ പോർച്ചുഗീസുകാരനായിട്ടുള്ള പ്രഭു വന്ന് ഇവരെ എല്ലാവരെയും ആക്രമിച്ച് കാക്കകളെയൊക്കെ കൊന്നുകളഞ്ഞ ആ സംഭവം നടക്കാൻ അനുവദിക്കാതിരിക്കാനായിട്ടുള്ള ചുമതല ഇയാളിൽ കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ പലതവണ അയാൾ ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത് അത്രയും കാലഘട്ടം ഈ കാട്ടിൽ തന്നെ കിടന്നിരുന്ന സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം കണ്ടിട്ടുമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ അത്രയും ആളുകളെ കണ്ടിട്ടും ആനന്ദിനോട് മാത്രം അദ്ദേഹം ഈ കാരണങ്ങൾ പറഞ്ഞത്. തുടക്കം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആനന്ദ് ഈ ടൈം ലൂപ്പിൽ സ്റ്റീഫൻ ജോർജിനെ ഒരേ കാലഘട്ടത്തിൽ, അതായത് ഒരേ ഈവൻറ്റിൽ വെച്ച് തന്നെ 2 തവണ മീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം കാണുമ്പോഴാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മകനാണ്, 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ കാണാതെ പോയി, അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ ജോർജ് ആണ്, അത് നിങ്ങളാണ് എന്നും പറഞ്ഞ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആദ്യത്തെ തവണയാണ്. അപ്പോഴാണ് എന്തോ ഒരു ഈവൻ്റ് ഉണ്ടായി ഈ ടൈം ലൂപ്പിൽ നിന്ന് ഇവർ മാറിപ്പോകുന്നത്. അങ്ങനെ ഈ ടൈം ലൂപ്പിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആനന്ദ് ഈ ടൈം ലൂപ്പിനെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ടൈം ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾ ഉറക്കെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ടൈം ലൂപ്പ് ട്രിഗർ ആവുന്നില്ല. പിന്നെ തൻ്റെ കൈ മുറിച്ചതിന് ശേഷം അത് പറഞ്ഞപ്പോൾ ഒരു തുള്ളി രക്തം നിലത്ത് വീണപ്പോഴത്തേക്കും ആ ടൈം ലൂപ്പ് ട്രിഗറായി. അങ്ങനെ ആനന്ദ് മനസ്സിലാക്കുന്നു, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചാൽ പോരാ, 2ഉം ഒരുമിച്ച് സംഭവിച്ചാൽ മാത്രമേ ടൈം ലൂപ്പ് ട്രിഗർ ആവത്തുള്ളൂ. അപ്പോൾ ഇതേ ആനന്ദ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു തവണ സ്റ്റീഫൻ ജോർജിനെ കണ്ടു, അതേ സ്ഥലത്ത് വെച്ച് തന്നെ ആനന്ദ് വീണ്ടും സ്റ്റീഫൻ ജോർജിനെ കാണുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ആനന്ദ് സ്റ്റീഫൻ ജോർജ് തൻ്റെ അച്ഛനാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. എങ്ങനെയെങ്കിലും സ്റ്റീഫൻ ജോർജിനെ, ഈ കാട്ടിലുള്ള ഒരാളെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് പുറത്തിറക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആനന്ദ് ചെയ്യുകയാണ്. കാരണം സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞത് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കമായിട്ടുള്ള ആ ഒരു ഈവൻറ്റ് കാട്ടിൽ നടക്കാൻ അനുവദിക്കരുത് എന്ന്. അപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ പറഞ്ഞത് കേട്ടിട്ട് ഇദ്ദേഹം അഷ്കർ അലിയുടെ കഥാപാത്രമായിട്ടുള്ള ആനന്ദ് വിചാരിച്ചതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഈവൻറ്റ് നടക്കാൻ അനുവദിക്കാതിരുന്നാൽ തനിക്ക് രക്ഷപ്പെടാം എന്നുള്ള ചിന്ത മാത്രമേ ഇയാളുടെ മനസ്സിൽ ആദ്യം വന്നുള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്തോ ചെയ്തു, ഇവരെയും കൊണ്ട് മാക്സിമം ഈ കാട്ടിൽ രക്തം ചിന്തിക്കാതെ സഞ്ചരിക്കാനായിട്ട് ഒരുങ്ങി. അതിനവർ പല രീതിക്ക് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം 2 കൂട്ടർ 2 വഴിക്ക് പോയി, ഇടത്തോട്ടും വലത്തോട്ടും. പക്ഷെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ കാക്കയുടെ തലയുള്ള മൂർത്തിയുടെ മുന്നിൽ തന്നെ അവരെത്തുന്നു. ഈ സമയത്താണ് ആനന്ദിൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം ആനന്ദിന് ഓർമ്മ വരുന്നത്. സ്പൈറൽ ഷേപ്പിൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം ചിത്രങ്ങൾ വരച്ച് വയ്ക്കുന്നത്. ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ഈ മൂർത്തിക്ക് തൊട്ട് മുകളിലായിട്ട് 3 പക്ഷികൾ വന്നിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി കറങ്ങിയാണ് പുറത്തേക്ക് പോയത്. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നല്ല കാലം വരുവാനായിട്ട് ഈ മൂർത്തിക്ക് ചുറ്റും അവർ വലം വെച്ചിരുന്നുവെന്ന്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ അഷ്കർ അലിയുടെ കഥാപാത്രമായിട്ടുള്ള ആനന്ദിന് മനസ്സിലാവുന്നു. ആനന്ദും സംഘവും കൂടെ ഈ ഒരു മൂർത്തിക്ക് ചുറ്റി പുറത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് വീണ്ടും ഇതൊരു ഇൻക്രെഡിബിൾ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഈ സമയത്ത് വീണ്ടും നേരത്തെ സ്റ്റീഫൻ ജോർജിൻ്റെയും സംഘത്തിൻ്റെയും ഈ ഒരു ഓഫീസേഴ്സ് ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച അത്ര കുറ്റവാളികളും കൂടെ ഇവരെ വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ ആനന്ദ് ബുദ്ധിപൂർവമായിട്ട് രക്തം ചിന്താതെയാണ് അവരെ തട്ടിക്കളഞ്ഞത്. കഴുത്തൊടിച്ചും എല്ലുകളൊടിച്ചും അവരെ തട്ടിക്കളയായിരുന്നു. ആനന്ദ് ഇത് ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാരും ഈ ഒരു കുറ്റവാളികളെ അങ്ങനെ കീഴ്പ്പെടുത്തി. ഒരു തുള്ളി രക്തം പോലും വീണില്ലല്ലോ. എന്നാൽ ഈ സമയത്താണ് ഇവിടെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുത്തം വന്നിട്ട് സ്റ്റീഫൻ ജോർജിൻ്റെ ദേഹത്ത് ഒരു മരക്കഷ്ണം കൊണ്ട് കുത്തുന്നു. അപ്പോൾ മാക്സിമം ഇത് നിലത്ത് വീഴാതിരിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ അഷ്കർ അലിയുടെ കഥാപാത്രം ചെയ്യാൻ വന്നപ്പോൾ ഓൾറെഡി ഒരു തുള്ളി രക്തം നിലത്ത് വീണു. അപ്പോൾ തന്നെ തുടങ്ങി എന്നും പറഞ്ഞ് ചെവിയും പൊത്തി അഷ്കർ അലി നിന്നു. പക്ഷേ കുറച്ച് നേരത്തേക്ക് ആ ഒച്ചകൾ കേട്ടു. ആകാശത്തിൽ ഈ ക്ലൈമറ്റ് മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു തുള്ളി രക്തം നിലത്ത് വീഴുന്ന സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ സൂര്യനെല്ലാം മങ്ങി, കാർമേഘമെല്ലാം വന്ന് നിറഞ്ഞ് ഒരുമാതിരി പകലുമല്ല രാത്രിയുമല്ല എന്നുള്ളൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഏത് നേരത്തിലോട്ട് വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു സൂചനയുമാണത്. അപ്പോൾ ഒരേ സമയം പല ക്ലൈമറ്റുകളിലോട്ട്, അതുപോലെ പല നേരത്തിലോട്ട്, പല കാലഘട്ടത്തിലോട്ട് ടൈം ലൂപ്പിലെ പല സംഭവങ്ങളിലോട്ടുള്ള ഈവൻറ്റുകളിലേക്കുള്ള പോർട്ടലുകൾ തുറക്കുന്ന ശബ്ദമാണ് ആ കേൾക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ശബ്ദങ്ങൾ കേട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ശബ്ദം നിൽക്കും. അപ്പോഴാണ് ആനന്ദ് മനസ്സിലാക്കുന്നത്, ശരി, സ്പേഷ്യൽ ലൂപ്പ്, കാട്ടിനകത്ത് വെച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ ലൂപ്പിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ, പല കാലഘട്ടത്തിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാട്ടിന് പുറത്തോട്ടുള്ള വാതിലും തുറന്നിട്ടുണ്ടാകത്തില്ലേ. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ ഒരു വണ്ടി വരുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഓക്കെ, കാട്ടിന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ആ വാതിലും തുറന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റീഫൻ ജോർജിനെയും സംഘത്തെയും കൊണ്ട് ആ ഒരു കാർ ഡ്രൈവർ അടുത്ത് ചെന്ന് ഇവർ വട്ടം വെച്ച് നിന്നിട്ട് പറയുന്നു, ഇതേതാ വർഷം?
1994 മെയ് 26. അപ്പോൾ എന്ന് അവരെ കാണാണ്ടായോ ആ സമയത്തിലേക്ക് സ്റ്റീഫൻ ജോർജിനെയും സംഘത്തിനെയും ആനന്ദ് പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് അവരെ വണ്ടിയിൽ കയറ്റിയിട്ട് ആനന്ദ് പറയുന്നൊരു കാര്യമുണ്ട്, പോയി മോനെയും ഭാര്യയും കാണ്, അച്ഛനില്ലാതെ വളരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. സ്വന്തം കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അത് ആനന്ദ് സ്വന്തം മകനാണെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയത്തില്ല, സ്റ്റീഫൻ ജോർജിന് അറിയത്തില്ല. അപ്പോൾ ഇവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ സംഭവം സ്റ്റീഫൻ ജോർജ് മറക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയതിന് ശേഷം ഇതുവരെ കാട്ടിൽ ശബ്ദം കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്ത ആനന്ദിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ മൂർത്തിയുടെ മുന്നിൽ പോയി വെടിവെക്കുന്ന സമയത്ത്, ആ വെടിവെച്ച് ആനന്ദ് വീഴുന്ന സമയത്ത് ആനന്ദിൻ്റെ ടൈം ലൂപ്പ് സെറ്റാകുന്നത് പുറത്തോട്ടാണ്. കാരണം എന്താണ്, ഒരുമിച്ച് നിൽക്കുന്ന ആളുകളെയാണ് ടൈം ലൂപ്പിൽ ഷഫിൾ ചെയ്യുന്നത്. പക്ഷെ ആനന്ദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു രക്തം വീഴ്ത്തിയ ആൾ പുറത്തോട്ട് പോയേക്കാണ്. ആ രക്തം വീഴ്ത്തിയ ആൾ പുറത്തോട്ട് പോയപ്പോൾ അയാൾ എവിടെ നിൽക്കുന്നോ അങ്ങോട്ടേക്കാണ് ഷഫിൾ ചെയ്ത് വിട്ടത്. അതുകൊണ്ടാണ് ആനന്ദ് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കണ്ണു തുറന്നത്, സ്വന്തം ഭാര്യയുടെ ഡെലിവറി ടൈമിൽ കണ്ണു തുറന്നത്. അപ്പോൾ കണ്ണു തുറന്നപ്പോൾ ആനന്ദിനൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൈം ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി. അടുത്തിരുന്നുകൊണ്ട് ആനന്ദ് എന്താ ഉണ്ടായതെന്ന് ചോദിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റീഫൻ ജോർജിൻ്റെ പ്രായമായ രൂപം, തൻ്റെ അച്ഛൻ അത്രയും കാലവും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ആനന്ദ് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ആനന്ദ് മനസ്സിലാക്കുന്നു താനിപ്പോൾ വെറും ഒരു CPO അല്ല, ഒരുപക്ഷെ തൻ്റെ അച്ഛൻ്റെ കോച്ചിങ്ങോടുകൂടി താനിപ്പോൾ ഒരു SI പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. ഇപ്പോൾ SI ടെസ്റ്റ് എഴുതി കയറി എന്നർത്ഥം. അങ്ങനെ ആനന്ദ് പിന്നീട് സന്തോഷത്തോടെ വീണ്ടും ആ ഒരു ടൈം ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സന്തോഷത്തോടുകൂടി വീണ്ടും ആനന്ദ് ഈ കാട്ടിലോട്ട് പോകുമ്പോഴാണ് നേരത്തെ ഉണ്ടായ ഈവൻറ്റുകളുടെ റെപ്പറ്റീഷൻ കാണുന്നതും, കാട്ടിൽ വെച്ച് കാണാണ്ടായിപ്പോയ ആ ഒരു പെൺകുട്ടി, കാട്ടിൽ വെച്ച് കണ്ട ആ ഒരു പെൺകുട്ടി, ആ ഒരു ഹണ്ടിങ് ട്രിപ്പിന് വന്ന പെൺകുട്ടി സ്വന്തം മകളാണെന്ന് ആനന്ദ് തിരിച്ചറിയുകയും ചെയ്യുന്നത്. അപ്പോൾ ആനന്ദ് ചിന്തിക്കുന്നു, ഇതെങ്ങനെ ഇത് സംഭവിച്ചു? താൻ കാട്ടിൽ നിന്ന് ഓൾറെഡി രക്ഷപ്പെട്ട് പുറത്തു വന്നതല്ലേ, പിന്നെ എങ്ങനെ തൻ്റെ മോള് ഈ കാട്ടിൽ ഈ ഒരു ലൂപ്പിൽ അകപ്പെട്ടു പോകുന്നു? ആ സമയത്താണ് ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ആ ചൊറിഞ്ഞ സ്വഭാവമുള്ള പ്രഭു ഉണ്ടല്ലോ, ആ പ്രഭു കുതിരപ്പുറത്ത് ഇങ്ങനെ പുറത്തു വരുന്നത്. ആ ഊരുമക്കളെ അത്രയും ഉപദ്രവിക്കുകയും ഈ കാക്കകളെയൊക്കെ പിടിച്ച് കൊന്നുകളയുകയും ചെയ്ത ഈ സംഭവത്തിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ആൾ, ആ പുള്ളിക്കാരൻ ഈ കാട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് ആനന്ദ് കണ്ടു. അപ്പോഴാണ് ആനന്ദിന് സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം പറഞ്ഞത് മനസ്സിലാകുന്നത്, ഇതിനൊക്കെ കാരണമായിട്ടുള്ള സംഭവം സ്റ്റോപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ലൂപ്പ് അവസാനിക്കുകയുള്ളൂ. അതോടൊപ്പം ആനന്ദ് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യവും കൂടെയാണ്, ഇപ്പോൾ താൻ പുറത്തിറങ്ങിയതുപോലെ ആനന്ദിൻ്റെ തന്നെ മറ്റൊരു വെർഷൻ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട്, ആ വെർഷൻ്റെ മകളാണ് ഈ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ലൂപ്പ് അത് ആനന്ദ് നിർത്തിയില്ല എങ്കിൽ ഫ്യൂച്ചറിൽ തൻ്റെ മകൾ വീണ്ടും ഈ കാട്ടിലോട്ട് കയറും, ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് ആനന്ദ് തിരിച്ചറിയുന്നു. അങ്ങനെ ആനന്ദ് എന്തോ ചെയ്യുന്നുണ്ട്, മിക്കവാറും സംഭവം അധ്യായം 2 ആനന്ദ് സ്വമേധയാ ഈ കാട്ടിലോട്ട് കയറി ചെന്ന് ഈ കാട്ടിൽ നടക്കുന്ന ആദ്യമുണ്ടായ ആ ഒരു ചരിത്രത്തിലെ ഈവൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അധ്യായം 2 എന്ന് തോന്നുന്നു. ശരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനല്ലേ, പക്ഷേ ഗംഭീരമായിട്ടുള്ള എക്സിക്യൂഷൻ. കാരണം ടൈം ലൂപ്പിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച ഈ എഴുത്തുകാരനും സംവിധായകനും അദ്ദേഹത്തെ, രണ്ടുപേരും ഒരാളാണ്, അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ. ഇനി ഇതിലെ മറ്റു ചില ഡീറ്റെയിലുകളും കൂടെ പറയണം. ഇതിലൊരു ഒച്ചിനെ കാണിക്കുന്നുണ്ട്, ഒരു പാമ്പിനെ കാണിക്കുന്നുണ്ട്, അങ്ങനെ ചില ജീവികളെ കാണിക്കുന്നുണ്ട്. ഒന്നാലോചിച്ചാൽ ഈ ജീവികളെല്ലാം തന്നെ സമയത്തെ സൂചിപ്പിക്കുന്ന ജീവികളാണ്. ഒച്ചെന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്ന ജീവിയാണ്. ഒച്ചിൻ്റെ മുതുകത്ത് ആ ഒരു സിദ്ധാർത്ഥ് ഭരതൻ വരച്ചതുപോലെ ടൈം ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ആ ഒരു സ്പൈറൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വവ്വാലുകളെ കാണിക്കുന്നുണ്ട് അല്ലേ, വവ്വാലുകൾ ആ ഇരുട്ടിൻ്റെയൊക്കെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ പാമ്പിനെ കാണിക്കുന്നുണ്ട്. പാമ്പെന്ന് പറയുമ്പോഴത്തേക്കും സമയവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ആളുകളുണ്ട്. കാളസർപ്പം എന്നൊക്കെ പറഞ്ഞ് കാലസർപ്പം എന്നൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ സമയവുമായിട്ട് അതെന്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സമയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ ഒരു കാലസർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്ന പാമ്പിനെയും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കാണിക്കുന്ന മിക്ക ജീവികളും ഈ സമയത്തെയും ടൈം ലൂപ്പിനെയൊക്കെ കാണിക്കുന്ന ഒന്നാണ്. അങ്ങനെ തന്നെ നമുക്ക് പറയാം. പക്ഷേ തന്ത്രപ്രധാനമായിട്ട് ഇതിലേറ്റവും മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു മാനെ കാണിക്കുന്നുണ്ട്. ഈ ടൈം ലൂപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ആനന്ദിനുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പീറ്റർ എന്ന് പറയുന്ന ആ ഒരു തമിഴ്നാട് ഉദ്യോഗസ്ഥൻ ആനന്ദ് ട്രാവൽ ചെയ്യുന്ന ജീപ്പിന് മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അവിടെ നിന്നാണ് ആനന്ദിന് ആ ഒരു വയർലെസ് കിട്ടുന്നത്. ആ വയർലെസ്സിൽ കൂടെയാണ് ആനന്ദിന് ഈ പറയുന്ന സ്റ്റീഫൻ ജോർജുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ സംഭവം
ടൈം ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവം എന്ന് പറയുമ്പോൾ പീറ്ററിനെ കണ്ടതാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള ആ സംഭവം കാണുന്നതിന് മുൻപ് ഒരു മാനിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാനിൻ്റെ സിമ്പലുള്ള ഒരു മാൻ ചാടും എന്ന സിമ്പലുള്ള ഒരു സൈൻ ബോർഡും കാണിക്കുന്നുണ്ട്. ഏകദേശം ഇതേപോലെ ആനന്ദ് കാട്ടിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ടൈം ലൂപ്പിൽ നേരത്തെ കണ്ട ആ ഇവൻറ്റിന് സിമിലർ ആയിട്ടുള്ളൊരു ഇവൻ്റാണ് സ്വന്തം മകളുടെ ഫ്യൂച്ചർ വെർഷൻ തൻ്റെ വണ്ടിക്ക് കുറുകെ ചാടുന്നത് അല്ലേ. അതിനു മുൻപും ആനന്ദ് ഈ ഒരു മാനെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ടൈം ലൂപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ ഏകദേശം വീണ്ടും തുടങ്ങാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ആനന്ദിന് ഒരു സിമ്പൽ പോലെ നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞത് ത്രികോണത്തിനുള്ളിൽ ഒരു മാൻ ചാടുന്നതാണ്. ഇതിൽ മാനിനെ തിരഞ്ഞെടുത്തത് വെറും യാദർച്ഛികമായി എനിക്ക് തോന്നുന്നില്ല. കാരണം മഹാഭാരതം, രാമായണം ഈ രണ്ട് ഇതിഹാസങ്ങളൊന്ന് എടുത്തു നോക്കുക. ഈ സിനിമയുടെ ആദ്യത്തെ ഓപ്പണിംഗ് സീക്വൻസിൽ ഒരു കാക്ക കാലങ്ങളോളം സഞ്ചരിച്ച് ഒരു യുദ്ധങ്ങൾ കാണുന്നുണ്ട്. ചില പക്ഷികളോട് സംസാരിക്കുന്ന സീനുകളൊക്കെ നമുക്ക് കാണാം. അത് വേറൊന്നുമല്ല, ഈ കാക്ക രാമരാവണ യുദ്ധവും മഹാഭാരത യുദ്ധവും നേരിട്ട് കണ്ട കാക്കയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതിന് മറ്റൊരു എക്സ്പ്ലനേഷനും കൂടെ ഉണ്ട്, അത് ഞാൻ അങ്ങോട്ട് പറയാം. കാരണം ഈ കാക്ക രണ്ട് പക്ഷികളോട് സംസാരിക്കുന്നുണ്ട്. ആ പക്ഷികൾ വെറും സാധാരണ പരുന്തും കഴുകനുമല്ല, അത് സാക്ഷാൽ ജടായുവും സമ്പാന്തിയുമാണ്. ജടായുവും സമ്പാന്തിയും, അതായത് രാമായണത്തിൽ പരാമർശിക്കുന്ന ജടായു സമ്പാന്തി, അവരെ രണ്ടുപേരെയാണ് ഈ കാക്ക കാണുന്നത്. അത് രാമായണത്തിൽ കാക്ക ഇവരെ കാണുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹനുമാൻ്റെ റെഫറൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു സംഭവം ഒന്നുകൂടെ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. അത് ഹനുമാനെ കാണിക്കുന്നുണ്ട്. ഹനുമാൻ ലങ്കയിലോട്ട് പറന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ മഹാഭാരത യുദ്ധങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. ഒരു മാനെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ രാമായണവും മഹാഭാരതവും എടുത്ത് പറഞ്ഞു? കാരണം ഈ രണ്ട് ഇതിഹാസങ്ങളിലെയും കാനൺ ഇവൻറ്റ്, അതായത് കാനൺ ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഇതിലെ സംഭവങ്ങളെ തന്നെ മാറ്റിക്കുറിക്കുന്ന ഇവൻറ്റുകളിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മഹാഭാരതത്തിൻ്റെ കാനൺ ഇവൻറ്റ്, പാണ്ഡവർക്കും കൗരവർക്കും ഇടയിലുള്ള ശത്രുത തുടങ്ങാനുള്ള കാനൺ ഇവൻ്റ് എന്ന് പറയുമ്പോൾ പാണ്ഡു ഹണ്ടിങ്ങിന് വേട്ടയ്ക്ക് പോകുന്നതാണ്. വേട്ടയ്ക്ക് പോണ പാണ്ഡു അമ്പെയ്ത് വീഴ്ത്തുന്ന മാൻ, അത് മാൻ്റെ രൂപം സ്വീകരിച്ചിരുന്ന ഒരു മുനിയായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ആ മാനിനെ വധിച്ചതിനെ തുടർന്നാണ് മഹാഭാരതത്തിലെ മിക്ക സംഭവങ്ങളും അരങ്ങേറിയെന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ കാനൺ ഈവൻ്റ് അവിടെ ഒരു മാനായിരുന്നു. ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു കാനൺ ഈവൻ്റാണ് മാരീചൻ മാൻവേഷം കെട്ടി സീതാദേവിയുടെ മുന്നിലോട്ട് വരുന്നതും ആ മാനിനെ പിടിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ വില്ലും എടുത്തുകൊണ്ട് പായുന്നതും അല്ലേ. അതിൽ നിന്നല്ലേ രാവണൻ വന്ന് അപഹരിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിടത്തെയും കാനൺ ഇവൻ്റ് സൂചിപ്പിക്കുന്നത് മാനാണ്. ഈ സിനിമയിലെ ടൈം ലൂപ്പുകളുടെ തുടക്കം ആ കാട്ടിൻ്റെ ഏത് ഭാഗം തൊട്ടാണോ ആ ഭാഗത്തെ, അതായത് ഈ കാനൺ ഇവൻറ്റുകൾ, ഇപ്പോൾ ടൈം ലൂപ്പിൽ ആനന്ദ് പെട്ടുപോണ കാനൺ ഇവൻ്റ് എന്താണ്? ആനന്ദിൻ്റെ കാറിന് കുറുകെ ഒരാൾ വന്ന് വീഴുക. ആദ്യം വന്ന് വീണത് പീറ്റർ ആയിരുന്നു. പീറ്റർ എന്ന ഉദ്യോഗസ്ഥനാണ്. രണ്ടാമത് വന്ന് വീണത് സ്വന്തം മകളുടെ ഫ്യൂച്ചർ വെർഷനായിരുന്നു. അപ്പോൾ ഈ കാനൺ ഇവൻറ്റിനെ സൂചിപ്പിക്കുന്നത് ഈ ഒരു മാനായിരുന്നു. ആ മാൻ ഡയറക്റ്റ് മഹാഭാരത രാമായണ റെഫറൻസ് ആണെന്ന് നമുക്ക് പറയാം. കാരണം അവിടെയും കാനൺ ഇവൻറ്റിൻ്റെ ഭാഗം, കാനൺ ഇവൻ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ കാരണമാകുന്ന മെയിൻ സംഭവം എന്ന് സിമ്പിളായിട്ട് പറയാം. ആ ഒരു കാനൺ ഇവൻ്റ് ആകുന്നത് ഈ ഒരു മാനാണ്. അപ്പോൾ അതിവിടെ ഈ മാൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് സിംബോളിസം എല്ലാം അടിപൊളിയായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കാക്കയുടെ തലയുള്ള മൂർത്തിയെക്കുറിച്ച് പറയാം. എൻ്റെ അറിവിൽ കാക്കയുടെ തലയുള്ള ഒരു ദേവത ഇങ്ങനെ മെയിനായിട്ടുള്ള ദേവതകൾക്കിടയിലില്ല. ചിലപ്പോൾ വേറെ രീതിക്ക് ഉണ്ടാവാം. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലായത് ഈ കാക്ക സൂചിപ്പിക്കുന്നത് കാകഭുഷുണ്ടീനെയാണ്. കാകഭുഷുണ്ടി എന്ന് പറയുന്ന കാക്കയുടെ രൂപവും മനുഷ്യൻ്റെ ശരീരമുള്ള ഒരു ഋഷിയെക്കുറിച്ച് രാമചരിത മാനസത്തിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. കാകഭുഷുണ്ടി എന്ന് പറയുന്ന ഈ ഒരു മുനി, ഇദ്ദേഹം മഹാഭാരത യുദ്ധം 16 തവണ അരങ്ങേറുന്നത് കണ്ടിട്ടുണ്ട്. രാമരാവണ യുദ്ധം 11 തവണയും അരങ്ങേറുന്നത് കണ്ടിട്ടുണ്ട്. അതായത് പല പല കാലഘട്ടത്തിൽ പാരലൽ റിയാലിറ്റി, റെപ്പറ്റീഷൻ ഓഫ് ഈവൻസ്, ബ്ലോക്ക് യൂണിവേഴ്സ് തിയറം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ ഈ കാകഭുഷുണ്ടി ഇതെല്ലാം കണ്ടിട്ടുള്ള കാര്യം. മൾട്ടിപ്പിൾ ടൈം ലൈനുകളിൽ ഒരേ ഈവൻ്റ് തന്നെ പല രീതിക്ക് അരങ്ങേറുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും എൻഡ് സെയിം തന്നെയാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയുന്ന ഒരു സ്ഥലത്ത് കൃഷ്ണൻ ശാന്തി പ്രസ്താവനയായിട്ട് പോയപ്പോൾ അവർ ശാന്തി പ്രസ്താവനയ്ക്ക് സമ്മതിച്ചതായൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പല ഈവൻറ്റുകളുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഔട്ട്കം ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ പല രീതിക്ക് അത് അരങ്ങേറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കാകഭുഷുണ്ടി എന്ന് പറയുന്ന ഈ ഒരു സെയിൻറ്റ്, ഇദ്ദേഹം ഇത് പല തവണ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ടൈമിൻ്റെ റെസൻസ് ഇദ്ദേഹത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് സിദ്ധ പാരമ്പര്യത്തിലോട്ട് പോകുമ്പോൾ കാകഭുജണ്ഡർ എന്നും പറഞ്ഞൊരു സിദ്ധനുണ്ട്. ഈ കാകഭുജണ്ഡർ എന്ന് പറയുന്ന സിദ്ധൻ ലോകത്തിൻ്റെ സൃഷ്ടിയും നാശവും പലതവണ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ അവഞ്ചേഴ്സിൽ പോകുമ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് എത്രയോ പല തവണ ഇങ്ങനെ ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലത്തെ അനുഭവം കാകഭുജണ്ഡർ എന്ന സിദ്ധൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം അത്
ഇതുമായിട്ട് നല്ല സിമിലറായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം ഇത്രയും വർഷമായിട്ടും പുള്ളിക്കാരന് പ്രായമായിട്ടില്ല, ഇവർക്കാർക്കും കാട്ടിൽ വിശക്കത്തില്ലേ? ഈ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ സത്യം എന്തെന്ന് വെച്ചാൽ ഇവർ ഈ മൂർത്തിയുടെ എന്താ പറയുക തടവുകാരാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ മൂർത്തി ഇവരെ ഇവിടെ പിടിച്ചിട്ടേക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ കാട്ടിൽ ഇവർ കയറിക്കഴിഞ്ഞാൽ ഇവർക്ക് പ്രായമാകത്തില്ല, സമയം ഇവർക്ക് നിശ്ചലമാവും, ഇവർക്ക് വിശക്കത്തില്ല. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ആ കുതിരയ്ക്ക് പോലും പ്രായമാവാതെ ആ കുതിര അവിടെ അത്രയും നൂറ്റാണ്ടുകൾ പെട്ട് കിടക്കുന്നത്. നോക്കിയാൽ മതി, ആ പ്രഭു കാട്ടിലോട്ട് കയറിയ അതേ കോലത്തിൽ തന്നെയാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അദ്ദേഹത്തൊരു ചുളുക്ക് പോലും വീണിട്ടില്ല. അതേ സമയം ഇവർക്കൊക്കെ അവിടെ സ്റ്റില്ലാണ്, സമയത്തിന് അവിടെ മാറ്റം ഉണ്ടാകുന്നില്ല. ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ ഇവർക്ക് സമയത്തിൻ്റെ ചേഞ്ച് അനുഭവിക്കാൻ പറ്റുള്ളൂ. അകത്ത് നിൽക്കുന്നിടത്തോളം കാലം അതനുഭവം ഉണ്ടാകത്തില്ല. കാരണം എന്താണ്, അവിടെ അവരുടെ ഫ്രീ വില്ല് പോലും നഷ്ടപ്പെട്ടേക്കാണ്. സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പോലും നഷ്ടപ്പെട്ടേക്കാണ്. ചെയ്ത തെറ്റ് തിരുത്തിയാൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അത്രയും നേരവും ഇവർ ആ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഫ്രീ വിൽ ഇച്ഛാശക്തിയെ പൂർണ്ണമായും ആ ഒരു മൂർത്തി ഇല്ലാണ്ടാക്കിയൊക്കെയാണ്. ആ മൂർത്തിക്ക് ചുറ്റും ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മൂർത്തി അങ്ങനെ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതി ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ മനുഷ്യന്മാർ ഈ കാട്ടിനുള്ളിൽ വെച്ച് അത്രയും തല്ലും ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അന്ന് ഒരുപാട് രക്തം അവിടെ ചൊലിച്ചു, ഒരുപാട് ശബ്ദകാഹളങ്ങൾ അവിടെ ഉണ്ടാക്കി. അതുകൊണ്ട് അത് രണ്ടും തന്നെ ആ മൂർത്തി ഈ കാട്ടിലെ ട്രിഗർ പോയിൻ്റായിട്ട് വെക്കുകയും ചെയ്തു. അപ്പം അകത്ത് കയറി അന്ന് സംഭവിച്ച സംഭവത്തിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവനെയൊക്കെ ഈ കാട്ടിലിട്ട് കറക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം ഈ മൂർത്തി അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും ഗംഭീരമായിട്ടുള്ള സിനിമ, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത സിനിമ. വീണ്ടും പറയുന്നു, ഈ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ വീണ്ടും കാണുക. എന്നിട്ട് ഞാൻ പറഞ്ഞതിനപ്പുറം വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും നയിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ